നമ്മൾ നമ്മുടെ ഇന്ന് CSI ഡേ ആണല്ലോ. ആശംസ പറഞ്ഞതിന് ശേഷം പതാക ഉയർത്തുന്നതാണ്. നമ്മൾ ആശംസ പറഞ്ഞതിന് ശേഷം ജയിക്കുമേ സുവിശേഷ ലോകം ജയിക്കുമെന്നുള്ള പാട്ട് നമ്മൾ ചേർന്ന് പാടുന്ന ആ സമയത്ത് തിരുമേനി പതാക ഉയർത്തുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ സഭയ്ക്ക് CSI സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് CSI ഡേ ആണ്. CSI സഭ രൂപീകരണമായതിൻ്റെ 77ാമത് വാർഷിക ദിനമാണ്. 77 വാർഷിക ദിനം. 76 വർഷം പൂർത്തിയായി. ഇന്ന പോലൊരു ദിവസം 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി മദ്രാസിലെ സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ചാണ് ഈ ഐക്യസഭ രൂപീകരിക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഇന്ന് ബഹുമാനമുള്ള ബിനോയ് അച്ഛൻ വായിച്ച വേദഭാഗപുരുഷത്തിന് ശ്രദ്ധിച്ചാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കേണ്ടത്. അതാണ് അതിൻ്റെ ആർത്തവാക്യം. ഈ ഐക്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മഹാപൗരത്വ പ്രാർത്ഥന തന്നെയാണ്. അത് കർത്താവ് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് അതുണ്ടെങ്കിലും അത് അതിൻ്റേതായ അർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ഭാഗികമായിട്ടുള്ള ഒരു രൂപീകരണം നടന്നത് ഈ 1947-ലാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പെന്തക്കോസ്ത് നാളിന് ശേഷം നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ പ്രവർത്തനം എന്നാണ് ഈ സഭാ ഐക്യപ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രൂപീകരണത്തെക്കുറിച്ച് സഭാ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ സുവിശേഷം വന്നത് AD 52-ലാണ്. വിശുദ്ധ തോമാസ് ലീഗ അപ്പോസ്തലൻ്റെ വരവോടുകൂടി ഇവിടെ സുവിശേഷം വന്നുവെന്നും സുവിശേഷ അണികൾ ഉണ്ടായി എന്നും അല്ലെങ്കിൽ ശിഷ്യന്മാരുണ്ടായി എന്നും നമ്മൾ ചരിത്രം പഠിക്കുന്നു. അതിനുശേഷം വീണ്ടും AD 300 കാലഘട്ടങ്ങളോട് അനുബന്ധിച്ച് വീണ്ടും കനാനായ കുടിയേറ്റം ഉണ്ടായി എന്നൊരു ചരിത്രം പഠിക്കുന്നു. അങ്ങനെ ആ കാലഘട്ടങ്ങളൊക്കെയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ക്രിസ്ത്യാനികൾ വന്നിരുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ഉദ്ദേശത്തോടെ അവർ വന്നിരുന്നു. അവർ ഇവിടെ വന്നതിന് ശേഷം അവർ അന്നത്തെ ഇവിടുത്തെ സാമൂഹിക ചുറ്റുപാടിലുള്ള സെറ്റപ്പിൽ അവർ പ്രത്യേകമായി നിന്നിരുന്നു എന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അന്നത്തെ നമുക്കറിയാം, അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ നമുക്കറിയാം. അതിലെ ഒരു ഗ്രൂപ്പായിട്ട് അവരും നിന്നിരുന്നു. അന്നത്തെ രാജാക്കന്മാർ അവർക്ക് പ്രത്യേകമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ നൽകി അല്ലെങ്കിൽ സ്ഥലങ്ങൾ നൽകി അവർ അങ്ങനെ ഒരു സെപ്പറേറ്റായിട്ട് നിന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ നമ്മൾ നോക്കുമ്പോൾ അത് കാത്തലിക് മിഷൻ ഈ പ്രദേശം വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് തെക്കേന്ത്യയിലൊക്കെയും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഗോവ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സുവിശേഷങ്ങൾ വന്നിരുന്നു എന്നും ധാരാളം ആളുകൾ അവിടെ അങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്നു എന്നും ഇന്നും നമുക്കത് തെളിവായിട്ടുണ്ട്. എന്നാൽ പിന്നീട് നമുക്ക് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഇവിടെ വരുന്നത്. അവർ വരുമ്പോഴും അന്നും ആ ലോകത്ത് ആകമാനമായി ഉണ്ടായ ഒരു ആത്മീയ ഒരു ഉണർവുണ്ടായിരുന്നു. ആ ഉണർവിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭകളിലും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം എല്ലാവരിലും വരികയും ആ കാലഘട്ടത്തിൽ തന്നെ ആത്മീയമായിട്ട് മാത്രമല്ല ഭൗതികമായിട്ടും എന്ത് ചെയ്തു ലോകത്ത് വ്യത്യാസമുണ്ട്. നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാകുന്ന ഒരു റെവല്യൂഷൻ ഉണ്ടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വന്നു. വ്യാവസായിക വിപ്ലവമുണ്ടായി. ആത്മീയ പ്രവർത്തനങ്ങളുണ്ടായി. സുവിശേഷ തൽപരരായുള്ള ആൾക്കാർ വിവിധ സഭകളിലുണ്ടായിരുന്ന സുവിശേഷ തൽപരരായ അല്ലെങ്കിൽ ദൈവഭക്തരായ ആൾക്കാരെ പ്രചോദിപ്പിക്കപ്പെട്ട രക്ഷയുടെ സന്ദേശം മറ്റുള്ള ദേശങ്ങൾക്ക് അറിയിക്കണം എന്നൊരു ചിന്ത ഉണ്ടായി. അങ്ങനെ വിവിധ സുവിശേഷ പ്രസ്ഥാനങ്ങൾ മിഷൻ സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടാണ് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷ് ഭരണമാണ് ഇവിടെ ഉള്ളത്. കമ്പനി ഭരണമാണ്, ബ്രിട്ടീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണമാണ്. ആ ഭരണത്തിന് കീഴിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ കുറെ കൂടെ ഒന്ന് ആത്മീയമായിട്ടൊന്ന് പുനരുദ്ധരിക്കാൻ അല്ലെങ്കിൽ അവരതുവരെ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങൾ അത്ര കറക്റ്റല്ല എന്ന് അവിടുന്ന് വന്ന സുവിശേഷ തൽപരരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കിയുകൊണ്ട് അവരെ ഒന്ന് കുറച്ചുകൂടെ വേദം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ സത്യവേദം പഠിപ്പിക്കാൻ വചന അനുസരണത്തിൽ അവരെ രൂപപ്പെടുത്താൻ വേണ്ടി മിഷണറിമാരെ അയക്കണമെന്ന് അന്നുള്ള ഇവിടെ ഉണ്ടായിരുന്ന സായിപ്പന്മാരായ ആൾക്കാർ പറഞ്ഞു. അവർ വന്നു. ഇവിടെ വന്ന് അന്ന് ഉണ്ടായിരുന്ന സഭയെ ആകമാനമായിട്ട് നോക്കി അവർ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. ഉപദേശങ്ങൾ പറയുമ്പോൾ അതിൽ കുറേ ആൾക്കാർ ആകൃഷ്ടരായി.
ആകർഷകരായി വന്നു. എന്നാൽ അവരുദ്ദേശിച്ച രീതിയിൽ മൊത്തമായ ഒരു ചേഞ്ച് വന്നില്ല. അത് ഉൾക്കൊള്ളാൻ അന്നത്തെ സഭയ്ക്കും സാധിച്ചില്ല. അങ്ങനെ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവർ തിരിച്ചു പോയില്ല. മറ്റുള്ള ആൾക്കാർ, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരെയും മറ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, ഈ സുവിശേഷം അറിയിക്കാനാണ് അവർ തിരിഞ്ഞു. അങ്ങനെ കേരളത്തിൽ പ്രത്യേകമായിട്ട് 3 സെക്ഷനായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ നമ്മൾ വായിക്കുന്നു. LMS, CMS, BMS കൃത്യമായിട്ടുള്ള കമ്പാർട്ട്മെൻ്റലൈസ് ആയിട്ടുള്ള തിരിച്ച് അതുണ്ടായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ ഓരോ സഭയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു വന്നത്. അവരങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു. അന്ന് നിലവിലുണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനി സഭയിൽ നിന്ന് ഈ സുവിശേഷത്തിൽ ആകർഷകരായ ആൾക്കാർ ആ സഭ വിട്ട് ഈ സഭയിലേക്ക്, ഈ സെക്ഷനിലേക്ക് ചേർന്നു. ക്രിസ്ത്യാനിമാർ വേറെ ക്രിസ്ത്യാനിയായതല്ല, അവർ അന്നുണ്ടായിരുന്ന സുറിയാനി സഭയിൽ നിന്ന് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ പോലും അവരതിൽ ആകർഷകരായി ഒന്ന്. നമുക്കറിയാം, വെല്ലപ്പള്ളി തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ സഭ ഒന്നടങ്കം എന്ത് ചെയ്തു, ഈ പുതിയ പ്രൊട്ടസ്റ്റന്റിസം അവർ സ്വീകരിച്ചാണ് നമ്മൾ വായിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന അനേക ആൾക്കാരെന്ത് ചെയ്യുന്നു, നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും സുവിശേഷം മൂലം കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. വലിയൊരു പ്രസ്ഥാനമായി വളർന്നു. ആ വളർച്ചയിലാണ് പ്രത്യേകമായി തിരിവുണ്ടായത്. തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം LMSൻ്റെയും, മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നത് CMSൻ്റെയും, വടക്കൻ തിരുവിതാംകൂർ എന്ന് കഴിഞ്ഞാൽ വടക്കൂറല്ല മലബാർ ഏരിയ എല്ലാം BMS ബാസൽ മെഷീൻ്റെ പ്രവർത്തനങ്ങളുണ്ടായി. അതും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അന്ന് വരെ ഐക്യ പരിപാടികളൊന്നും അന്നില്ലായിരുന്നു. എല്ലാവരും കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ സുവിശേഷം പറയുന്നത് ക്രിസ്തുവിനെ ഒരുമിച്ച് പ്രദർശിപ്പിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഞാൻ രാവിലെ അവിടെ പറഞ്ഞതാണ്, അവിടെ ചരിത്രത്തിൽ വെച്ച് നടന്ന കഥാവികത്തിന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞത്, ബാസൽ മിഷൻകാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, CMSകാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ലണ്ടൻ മിഷൻകാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. സുവിശേഷം കേട്ട മറ്റ് ആൾക്കാർ, അന്നത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രബുദ്ധരായി തീർന്ന ആളുകൾ, മറ്റ് ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ പറയുന്ന ഏത് ക്രിസ്തുവിൻ്റെ അടുത്താണ് ഞങ്ങൾ വരേണ്ടത്? LMSകാർ പറയുന്ന ക്രിസ്തുവുണ്ട്, CMSകാർ പറയുന്ന ക്രിസ്തുവുണ്ട്, BMSകാർ പറയുന്ന ക്രിസ്തുവുണ്ട്, ഞങ്ങൾ ഏത് ക്രിസ്തുവിനാണ് അംഗീകരിക്കുന്നത്? അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, ഞങ്ങളെല്ലാവരും എന്താണ് ഞങ്ങൾ പറയുന്ന ക്രിസ്തു. അവർ പറഞ്ഞു അങ്ങനെ. അപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, ഒന്ന് ധാരണയിലെത്ത് ഏത് ക്രിസ്തുവാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, വരാം. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ചും നവോത്ഥാന നായകന്മാരെക്കുറിച്ചും പഠിക്കുമ്പോൾ, ക്രിസ്തേതരായ ആൾക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ അതിനുള്ള ഊർജ്ജം ഉൾക്കൊണ്ടത്, അറിവ് ഉൾക്കൊണ്ടത് മുഴുവനും ഈ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. തിരുവെഴുത്തിൽ നിന്നാണ്, യേശുവിലൂടെയാണ് അവരത് എല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ എന്ത് ചെയ്യുന്ന പ്രസ്ഥാനം ഉണ്ടാക്കി. ക്രിസ്തീയ സഭകളൊക്കെ അങ്ങനെ നിന്നു. അങ്ങനെയാണ് ഐക്യപ്പെടണം എന്നുള്ള ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആവശ്യകത അന്ന് ആത്മീകന്മാരായ നമ്മുടെ സഭാകന്മാരുടെ ഇടയിൽ ഉണ്ടായത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സഭാ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന ആൾക്കാരായിരുന്നു. കോൺഗ്രിഗേഷണൽ പാരമ്പര്യവും പ്രസ്ബിറ്റീരിയൽ പാരമ്പര്യവും അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ പാരമ്പര്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മെത്തഡിസ്റ്റ് അവരവരുടെ പാരമ്പര്യം വിടാൻ അവർക്ക് തയ്യാറല്ലായിരുന്നു. ദീർഘകാലം ചർച്ച നടത്തി എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാനം 1947 എന്തായി, ഒരു സഭ രൂപീകൃതമായി. അന്ന് SIUC എന്ന് പറയുന്ന കോൺഗ്രിഗേഷണൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ CMS എന്ന് പറയുന്ന ആംഗ്ലിക്കൻ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ BMS എന്ന് പറയുന്ന പ്രസ്ബിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തു, അവർ ധാരണയിലെത്തി. ചില വിട്ടുവീഴ്ചകൾ ചെയ്ത്, ചിലത് വിട്ട്, ചിലത് ചേർത്തു. അങ്ങനെ എന്ത് ചെയ്തു, നാം എല്ലാം ഒന്നായി കർത്താവിൻ്റെ മഹാവിരുദ്ധ പ്രാർത്ഥന പോലെ ഒന്നായി തീർന്നു. അങ്ങനെയാണ് നമുക്ക് ഇന്നിവിടെ ഒന്നിച്ചു കൂടാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ സൗത്തേലായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്, മധ്യകാലത്തിൽ അച്ഛന്മാരുണ്ട്, പിന്നെ ബാക്കിയുള്ള കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ കേരളത്തിൽ ഒന്നായിട്ട് നിൽക്കുന്നു, CSI നിൽക്കുന്നു, തെക്കേണ്ടിയിൽ നമ്മൾ ഒന്നായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മൾ വ്യത്യസ്തരാണ് എങ്കിലും ഒന്നാണ്. അതാണ് അതിൻ്റെ ഇന്ത്യയുടെ ഒരു ഇത് പറയുന്ന പോലെ തന്നെ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ, വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്ത രൂപഭാവങ്ങളെല്ലാം വ്യത്യാസമാണ്. പക്ഷേ അതിൽ ഒന്നാണ്, ഏകമാണ്, ക്രിസ്തുവിൽ ഒന്നാണ്. അതാണ് ഐക്യസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത്, നമുക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ എന്ന് പറയുന്നതാണ് CSSF ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ആൾക്കാർ പലതും പറയാം അല്ലേ, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ കർത്താവിനെ ഉയർത്തുകയാണ്. ഇത് ആ സഭ ഐക്യത്തിൻ്റെ ദിനമാണ് നമ്മൾ കൊണ്ടാടുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഐക്യസഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭാപിതാക്കന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, സ്വപ്നം എന്ന് പറയുന്നത് 50-ാം വർഷം ജൂബിലി ആഘോഷിക്കാൻ CSI കാണത്തില്ല എന്നായിരുന്നു അവരുടെ ചിന്ത. 50-ാം വർഷം ജൂബിലി, അതായത് സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ CSI ഉണ്ടാകത്തില്ല. പകരം എന്തായിത്തീരും, ഐക്യപ്രസ്ഥാനം വന്നിട്ട് ഇത് വേറൊരു ചർച്ചയായിട്ട്, ഒരു സൗത്ത് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് മാറി വളരെ വിശാലമായിട്ടൊരു ചർച്ചയായി മാറും എന്നവർ
ചിന്തിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഞാനൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ കുറേക്കൂടെ എന്തായി തീർന്നു, കുറേക്കൂടെ CSI ആയി മുറുകയാണ് ചെയ്ത്. CSIയുടെ ഭാവവും രൂപഭാവവും എന്തായി, നമ്മൾ കുറേക്കൂടെ അത് കുറേക്കൂടെ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് തോന്നിപ്പോകുന്നു പലപ്പോഴും. എന്നിരുന്നാലും ഐക്യപ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. CSI സഭയും മാർത്തോമാ സഭയും CNA സഭയായിട്ട് എന്നിരിക്കുന്നു. പുതിയൊരു പ്ലാറ്റ്ഫോം ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, അങ്ങനെ ഒരുമിച്ച് വരും. നമ്മൾ വന്നില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും, അങ്ങനെ വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് ചെയ്യാം, നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കാം. ഐക്യം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഒരു പതാക ഉയർത്തിയുള്ള ഒരു സഭയിൽ ചേർന്നുള്ള ഐക്യം പൂർണ്ണമാകുന്നില്ല. ഐക്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് ഐക്യം ഉണ്ടാകേണ്ടത്. തമ്മിൽ തന്നെ ഒരു ഐക്യം നമുക്ക് ഉണ്ടായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ആ ഐക്യം. മറ്റൊന്ന് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ഐക്യമാണ്. മറ്റൊന്ന് നമ്മുടെ സമൂഹമായിട്ടുള്ള ഐക്യമാണ്, സഭയുമായിട്ടുള്ള ഐക്യമാണ്, ദൈവവുമായിട്ടുള്ള ഐക്യമാണ്, വിസ്തൃത സഭാ വിഭാഗങ്ങളുമായിട്ടുള്ള ഐക്യമാണ്. ഐക്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ ഉദ്ദേശിക്കാൻ വളരെ വിശാലമായ അർത്ഥമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയെക്കുറിച്ച് പലതരത്തിലുള്ള ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിസന്ധികൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ ഒന്ന് പറഞ്ഞു നമ്മുടെ സഭ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ നമ്മളെങ്ങനെ നിൽക്കുന്നു, അങ്ങനെയൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. സഭ ആരുടേതാണ്? സഭ ദൈവത്തിൻ്റെതാണ്. പ്രശ്നങ്ങൾ അത് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. പ്രശ്നങ്ങളെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. കുറവുകൾ വീഴ്ചയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദൈവം അത് മാറ്റും. ദൈവം ഏറ്റവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കൂട്ടം ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങൾ ഇത് ഒരു രണ്ട് ജില്ലകൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ബഹുമാനമുള്ള അച്ഛന്മാരുണ്ട്. ഞങ്ങൾ 2 ചെയർമാന്മാരും ഞാനും കൂടി ചേർന്നായിരിക്കും ഇത് പതാക ഉയർത്തുന്നത് എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. പാട്ട് പാടുന്ന സമയത്ത് ഇത് നമ്മൾ ഉയർത്തുന്നതാണ്. ഒരുപക്ഷെ അത് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ഉയർത്താം എന്ന് കരുതുന്നു. പ്രാർത്ഥിക്കും. അതിനുശേഷം പാട്ട് പാടുന്ന സമയത്ത് ഇത് പതാക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ വലിയ സന്തോഷം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഐക്യസഭയുടെ സന്തോഷം ഞങ്ങൾ പങ്കിടുമ്പോൾ കർത്താവേ, രൂപീകൃതമായി 27 വർഷം പിന്നിടുമ്പോൾ സന്തോഷത്തോടെ ദൈവമുഖത്തേക്ക് അടുത്തു വരുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, ഐക്യത്തെ ഒന്നുകൂടി ഊട്ടുറപ്പിക്കുവാൻ നൽകുന്ന കൃപയ്ക്കായി ഞങ്ങൾ കൊടാകൊടി സ്തോത്രവും സ്തുതികളും കരയേറ്റുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നാനാത്വത്തിൽ ഏകത്വമായി വിവിധ സ്ഥലങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഒരു സഭയായി CSI പ്രസ്ഥാനമായി നിലകൊള്ളുവാൻ അങ്ങ് കൃപയേകിയിരിക്കുന്നുവല്ലോ. കർത്താവേ, അവരൊന്നായിരിക്കുന്ന പോലെ ഞങ്ങളും ഒന്നായിത്തീരുന്നു എന്നുള്ള പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറുവാൻ ഞങ്ങളപ്പച്ചൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക നോർത്ത് കേരള ഡയോസിസിനായി, ഈസ്റ്റ് കേരള ഡയോസിസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള വൈദിക ശ്രേഷ്ഠർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ജനത്തെ ഒന്നായി ഐക്യത്തോടെ കൊണ്ടുപോകുവാൻ കർത്താവെ, പ്രിയമുള്ള തിരുമേനിക്കും ഇവിടെയുള്ള വൈദികർക്കും നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടിനായിട്ട് നന്ദി. കർത്താവ്, ഞങ്ങളുടെ സഭ മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ, ഈ ഐക്യത്തിന്റെ കാഹളം നിങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ ദേശത്തിന് മുഴങ്ങുവാൻ അങ്ങ് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ യേശുവിൽ ആദായപ്പെടുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കൃപയേകണമേ. തുടർന്ന് കർത്താവെ, സന്തോഷത്തോടെ ഞങ്ങൾ കർത്താവെ അങ്ങയിൽ ആശ്രയപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തീകരിക്കും. സന്തോഷത്തോടെ ഞങ്ങളുടെ പതാക ഉയർത്തി ഈ സന്തോഷം ഞങ്ങൾ പങ്കിടുമ്പോൾ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജയിക്കുമേ സുവിശേഷ ലോകം, ജയിക്കുമേ പേരുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, യാതു ബഹു സന്തോഷമേ. സഭകളെ വന്നു പാടുവേൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവേൻ. സുവിശേഷം ചൊല്ല ഓടുവേൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ. മനം ഓർത്തെല്ലാരും നിന്നിടുവിൻ. വേഗം ജയിക്കുമേ സുവിശേഷ ലോകം, ജയിക്കുമേ പേയുടെ ശക്തി
പ്രവൃത്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വലിയ സന്തോഷം തന്ന കൃപയ്ക്കായി എന്നുള്ള സെഷൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഐക്യത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ മുമ്പോട്ട് പോകാനുള്ള സഹായം. കർത്താവെ, അങ്ങ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ വലിയ പ്രാർത്ഥന, ശ്രേഷ്ഠമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ആ പ്രാർത്ഥന അന്യർത്ഥമാക്കി തീർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ച് അങ്ങ് മഹത്വപ്പെടാനുള്ള സഹായം എന്നുള്ള സെഷൻ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ ശിംശായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാൻ നമ്മോടും നമ്മുടെ SCSI എന്ന ഐക്യസഭയോടും എല്ലാവിധമായ പ്രവർത്തനങ്ങളോടും ഇന്നൊന്നേക്ക് മാറാകട്ടെ. തുടർന്ന് നമുക്കൊരു ചെറിയ ടീ റിഫ്രഷ്മെന്റ്